പേപ്പർ വേണം. പേപ്പർ വർക്കിലാണ് കാര്യം. കാരണം ആളുകളുടെ വാക്കുകൾക്കൊക്കെ എപ്പം വേണമെങ്കിലും മാറ്റം വരാം. ആളുകൾ ഇന്ന് പറയുന്നൊന്നായിരിക്കില്ല നാളെ വരിക. അപ്പോൾ ഇതിന് ഉദാഹരണം പറയണം, നമുക്ക് വലിയ കമ്പനികളുടെ പേരൊന്നും എടുക്കണ്ട. ഞാൻ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു എക്സ്പോർട്ടിംഗ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പോർട്ടിംഗ് പരിപാടി എനിക്ക് അവിടെ ഞാനൊരു 100-300ഓളം സൂപ്പർ മാർക്കറ്റുകളിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്നിട്ട് ക്ലയൻറ്റിനെ ഉണ്ടാക്കി നമ്മൾ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്തു. ഇവിടെ വന്ന് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്ത് അവിടെ ചെയ്ത് ഒരു 1 റൗണ്ട് ചെയ്തു. സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് നമ്മളത് വാക്കിൻ്റെ മുകളിലായിപ്പോയി. ബനാന ചിപ്സ് ആയിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ബനാന ചിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു, നമ്മൾ ശ്രമിച്ചു. അത് നമുക്ക് വർക്കൗട്ട് ആയില്ല. കാരണം നമ്മളിവിടെ ഫസ്റ്റ് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർ ഭയങ്കര കോപ്പറേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു, നമുക്ക് നല്ല സ്വീകരണമായിരുന്നു. അവർ അവിടെ വന്ന് വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, വളരെ പോപ്പുലറായിട്ടുള്ള നമ്മളെ മലയാളി കമ്പനീനെയാണ്, എന്തെങ്കിലും ആട്ടെ. അതിന് സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ നമുക്ക് വലിയ ബൾക്കായിട്ട് എടുക്കേണ്ടി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ അവർ നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. സോ അതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്തായിരുന്നു, അതെൻ്റെ ഫസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അതിനുള്ളൊരു പ്രോപ്പർ എഗ്രിമെൻറ്റോ ക്ലോസോ ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു നമുക്കത് റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്, ഇവിടെ ബിസിനസ് ചെയ്യുന്നതും. ലൈക്ക് അമ്മ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും അത് കണ്ടിട്ട് ഞാൻ ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനൊരു പരിപാടിയിൽ ചെയ്യാം. കാരണം നല്ല പ്രൊഡക്റ്റ് എന്തായാലും ഉണ്ട്. നമ്മളെ നാട്ടിൽ നല്ലൊരു സ്കിൻ കെയർ ബ്രാൻഡ് നമ്മളെ ക്ലൈമറ്റിൽ നിന്ന് നമ്മളെ ആയുർവേദത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു ബ്രാൻഡ് ഇല്ല. അത് നമ്മളുടെ കൾച്ചറും കൂടി മിക്സ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഓവറോൾ കോർ വാല്യൂ എന്ന് പറയുന്നത്. കൾച്ചർ മിക്സ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളത് പ്രോപ്പർലി മിക്സ് ചെയ്യാത്തത്. ലൈക്ക് അത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും, സോറി. അപ്പോൾ നമുക്ക് ബാക്ക് ടു എഗ്രിമെൻറ്റ്. ഞാൻ പറയുന്നത് എഗ്രിമെൻറ്റിൽ ക്ലോസ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം എഗ്രിമെൻറ്റ് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യണം. കാരണം സി എമാർ മോശമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ല കേട്ടോ. ഇത് അങ്ങനെയൊന്നും ആരും എടുക്കരുത്. അവർ ചെയ്യും, നന്നായിട്ട് തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു അതായിരിക്കും അവർ ചെയ്യുക. എന്നാൽ അതിലെ വേർഡിങ്ങിലാണ് കാര്യം. നമുക്കതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ആദ്യം ചാടി കയറിയിട്ട് വെറുതെ ഒരു ഫോർമലായിട്ട് വെറുതെ ഒരു പേപ്പർ ചെയ്യുന്ന പോലെ ചെയ്യരുത്. കാരണം അത് അങ്ങനെ ചെയ്യണം. അത് എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ റിക്വസ്റ്റാണ്. ബിസിനസ് ചെയ്യാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നാളെ തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിവതും പാർട്ണർഷിപ്പ് ബിസിനസ് ഒഴിവാക്കുക. അത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഘട്ടം വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് എടുക്കാവുള്ളൂ. സ്റ്റാർട്ടിങ്ങിലൊരു പ്രൊപ്രൈറ്റർഷിപ്പ് മതി. ഇനി അതല്ല പാർട്ണർഷിപ്പിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ചെയ്തിട്ട് സക്സസ് ആവില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല എഗ്രിമെൻറ്റ് അടിപൊളിയായിരിക്കണം. അതിൻ്റെ അകത്ത് എന്ത്, എങ്ങനെ, ഏത്, ആരെപ്പം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ എഗ്രിമെൻറ്റിനെ പറ്റി പറയാനുള്ളത്. സോറി, എൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങൾ വന്നു പോയതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇന്നലെ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഹെയർ ക്രീം സ്റ്റോക്ക് ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയായിട്ട് ലേശം തിരക്കായി പോയതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയത്. വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് അത് നമുക്ക് നാളെ തൊട്ട് അങ്ങനെ ഉണ്ടാവില്ല, കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. അമൽ ഗിരിജ, Day 12 of explaining my business. Thank you.